തനിക്കൊരു കത്തുണ്ട്. കത്താ? വല്ല സമൻസോം സാറേ? ഇതേതോ സാധാരണ കത്താ. നല്ല ഹാൻഡ് റൈറ്റിംഗാ. എൻ്റെ രാജന്. ഞാൻ ആരാണെന്ന് രാജനറിയില്ല, പക്ഷേ എനിക്കറിയാം നിങ്ങളെ. കുപ്രസിദ്ധനായ ഒരു കുറ്റവാളി, കൊലക്കേസിൽ ജാമ്യം കാത്തു കഴിയണ ഒരു വിചാരണ തടവുകാരൻ. പക്ഷെ ഇത് രണ്ടും എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടത്തെ, പ്രണയത്തെ. ആരുടെ രാജ? ആരുടെ കത്താ? അമ്മയുടെ. അല്ല, അമ്മയുടെ മോനാ സാറേ. എന്താ വിശേഷം? അവന്റെ അടിയന്തരത്തിന് ക്ഷണിച്ചതാ. സ്വന്തം അടിയന്തരത്തിന്റെ അമ്മാവന്റെ തന്നെ നേരിട്ട് ക്ഷണിച്ചെന്നോ? അല്ല, അടിയന്തരം അമ്മാവന്റെയാ. നമുക്കൊന്ന് മൂത്രമൊഴിച്ചാലോ? അല്ല, അടിയന്തരമായിട്ട് എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. പോരാ സാറേ. വർഷങ്ങളായ ഒരു നിഴല് പോലെ ഞാൻ രാജന് പുറകെ ഉണ്ടായിരുന്നു. രാജനത് തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം. പ്രിയപ്പെട്ട രാജ്, എനിക്ക് അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം. ഒരാളാൽ ആഴത്തിൽ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന അറിവ് നമ്മെ ശക്തരാക്കും. ഒരാളെ അഗാധമായി സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നാം വല്ലാതെ ധീരരാവുകയും ചെയ്യും. രാജ് കൂടുതൽ ശക്തനാകണം, ധീരനാകണം, ജാമ്യം നേടി പുറത്തു വരണം. പണ്ട് ദാവീദ് ബത്ശേബയോട് പറഞ്ഞത് ഞാൻ രാജനോട് പറയട്ടെ. പ്രേമം ഒരുവളെ ചെറുതാക്കുന്നെങ്കിൽ ഞാനൊരു മണൽത്തിരിയോളമായിക്കൊള്ളട്ടെ, കാണാനുള്ള കൊതിയുമായി. മായ. എന്തിത്? എന്റെ രാജ, നീ കൊറേ നേരമായല്ലോ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കടലാസം പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? അതല്ലടാ, എനിക്കിപ്പോ ആരെങ്കിലും ഒരു കത്തെഴുതുള്ളത്. നിനക്ക് പല സ്ഥലത്തും ഒരുപാട് സെറ്റപ്പ് ഉള്ളതല്ലേ? അതൊക്കെ ഡെയിലി സെറ്റ് ചെയ്യണ കേസല്ലേട്ടാ. അതിലൊരുത്തിയുടെ മനസ്സിലേ ഇങ്ങനെ വല്ല തോന്നലും ഉണ്ടെങ്കിലോ? ഇതൊക്കെ പെണ്ണുങ്ങളുടെ കാര്യമല്ലേ? നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. പ്രേമൊരുത്തിനെ ചെറുതാക്കുകയാണെങ്കിൽ ഞാൻ വല്ല മണൽത്തിരിയാ കല്ലാക്കട്ടെ, എന്ത് വേണിച്ചാലും ആയിക്കോട്ടെ. പ്രേമം എന്നുള്ളത് നല്ല പെടയ്ക്കണ മീന കിട്ടാ. അതിപ്പോ കൊമ്പസ്രാവാണെങ്കിലും കൊഴുവക്കുട്ടിയാണെങ്കിലും നമുക്ക് ഒരുപോലെ ആണെന്നേ. എനിക്ക് ശരിക്കും പ്രേമം തോന്നിയാല് തരുന്ന കാശൊന്നും ഞാൻ നോക്കൂല. എത്രത്തോളം ചെറിയവന്റെ കൂടെയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. മോളെ മായേ, നീ ആരാണ്? വാടോ, അവന്റെ ഒരു നാണം. ഇതെന്തടാ നീ നേരെ നോക്കാത്തത്? അവന് നാണമാ വക്കീലേ. നാണോ? ഇവനോ? എന്തിന്? പ്രേമം. ഒന്ന് പോയ സാറേ. സാറേ, അന്ന് ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തല്ലട്ടാ. ജീവിതകാലം മുഴുവൻ ഇതിനുള്ളിൽ കിടക്കേണ്ടി വരുമല്ലോ എന്ന് തോന്നിയപ്പോ സംഭവം കൈവിട്ടുപോയി. അതൊന്നും സാരില്ല, ഞാനതൊക്കെ അപ്പോഴേ മനസ്സിൽ വിട്ടു. സാറേ, എനിക്ക് ജാമ്യം കിട്ടുമല്ലോ അല്ലേ? നോക്കാം. പ്രോസിക്യൂഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും പിടിക്കുക. എന്നാലും നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. ആദ്യം താൻ ഇതിനകത്ത് ഒപ്പിട്ടെ. അവിടെ 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 ഇവിടെ അല്ലേ സാറേ? വക്കീൽ സാറേ, ഞാൻ കാത്തിരിക്കോട്ടാ. സത്യം പറഞ്ഞ ഇപ്പൊ കാത്തിരിക്കണേന് ഒരു ലക്ഷ്യമുണ്ട്. എന്തായാലും ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണത് ഒരു പുതിയ രാജനാവും. അതുറപ്പാ സാറേ. തനിക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ രാജ. സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരം പതിവ്. ഞാനിപ്പോ ഒരു സങ്കല്പ ലോകത്താ സാറേ. ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കാൻ ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നലിപ്പുണ്ട്. നന്നായി രാജ. ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ അങ്ങനെ ചില തോന്നലുകൾ ഉള്ളത് നല്ലതാ. അല്ല, ആരപ്പ അങ്ങനെ ഒരാള്? മായ. മായേ? പേര് മാത്രമേ അറിയുള്ളൂ, പക്ഷെ കക്ഷിക്ക് നമ്മളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാം. നമ്മുടെ കുരുത്തക്കേടുകളെല്ലാം അറിഞ്ഞിട്ട് ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ അത് വലിയ ഭാഗ്യമല്ല സാറേ? പിന്നെ മഹാഭാഗ്യ രാജ. പുറത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് നാം വിചാരിക്കുന്ന പലരും അത്തരം ഭാഗ്യം ഇല്ലാത്തവരാ. ഇനി ഞാൻ നന്നാവും സാറേ. അവളെനിക്ക് ഒറ്റക്കത്ത് അയച്ചിട്ടുള്ളോ.
കത്തയക്കലൊക്കെ തുടങ്ങിയ എവിടെ കാണട്ടെ? ഞാൻ അതാരും കാണിക്കില്ല. ജീവിതത്തിൽ അവനവന് മാത്രമായിട്ട് രഹസ്യമില്ലെങ്കിൽ പിന്നെ എന്തൊട്ട് സുഖം സാറല്ലേ. ആ കത്തിന്റെ അവസാനം PS എന്ന് എഴുതിയിട്ടൊരു വാചകമുണ്ട്. പക്വത ഇല്ലാണ്ട് പ്രേമിക്കണവര് പറയും ഐ ലവ് യു ബിക്കോസ് ഐ നീഡ് യു എന്ന്. പക്വത വന്നിട്ട് പ്രേമിക്കണവര് പറയും ഐ നീഡ് യു ബിക്കോസ് ഐ ലവ് യു എന്ന്. ഐ നീഡ് യു രാജ്, ഐ നീഡ് യു. ഞാനങ്ങ് കലങ്ങിപ്പോയി സാറേ. അവളുടെ ഭാഷയിൽ പറഞ്ഞ മണൽത്തരിയോളം ചെറുതായിപ്പോയി. സാറേ, സാർ വേഗം എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്ക്. എന്നിട്ട് വേണം എനിക്ക് അവളെ എങ്ങനെയാലും ഒന്ന് കണ്ടുപിടിക്കാൻ. സാർ എനിക്കൊരു ലൈഫ് വന്നാൽ എൻ്റെ ഈ ലൈഫ് ഫുള്ളാ ഞാൻ സാറിന് തരും. സാറിൻ്റെ കൂടെ നിൽക്കണം. ഞാനുണ്ട് രാജ, ഞാനുണ്ട്. ഓൾ ദ ബെസ്റ്റ്. കൊടുകൈ. ഓ അടികൈ. ഭാവന, കൊറേ നേരം ആയാലും ഇവിടെ വന്ന് നിൽക്കുന്നു. എന്തു പറ്റി? ഏയ് വെറുതെ ഇങ്ങനെ. ഇന്നൊരു തമാശ ഉണ്ടായി. നമ്മുടെ ആ വിലാസിനി കൊലക്കേസിലെ പ്രതിയില്ലേ രാജൻ, അവൻ്റെ ഒരു ജാമ്യത്തിൻ്റെ കാര്യം മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ അവനെ കാണാൻ വേണ്ടി ജയിലിൽ പോയിരുന്നു. അവൻ ആളാകെ മാറിപ്പോയിരിക്കുന്നു. അവന് ഏതൊരു പെണ്ണ് പ്രേമലേഖനം അയച്ചിരിക്കുന്നു. എന്നിട്ട് അയാളിപ്പോ വേറെ ഏതോ ഒരു ലോകത്താ. ജാമ്യം കിട്ടി പുറത്തിറങ്ങി ആദ്യം അവരെ ചെന്ന് കാണണമെന്ന് പറഞ്ഞോണ്ടിരിക്കപ്പോ അയാൾക്ക് ആ സ്ത്രീയോട് ഭ്രാന്തമായിട്ടുള്ളൊരു ഇഷ്ടം. വല്ലാതെ വിചിത്രമായിരിക്കുന്നു അല്ലേ? ഒരേ സമയം ഒരുപാട് ആളുകളുമായി ബന്ധം പുലർത്തുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരാളെ ഭ്രാന്തമായി ഇഷ്ടപ്പെടുന്നത്? എന്താ ശരിയല്ലേ? ശരിയാ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോ ആദ്യത്തെ അമ്പ് ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊണ്ടു. ഇനി നമുക്ക് കളിയൊന്ന് മുറുക്കാം അല്ലേ? പക്ഷേ മായ, എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. എന്തു വന്നാലും ഞാൻ മനോജിനെ പറ്റിക്കല്ലേ. അപ്പൊ ഇത്രയും കാലമായി മനോജ് നിന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നതോ? എനിക്കറിയില്ല. എന്തെങ്കിലും മനോജ് ഇതറിയുമ്പോ എങ്ങനെയാ സിറ്റുവേഷനെ ഫേസ് ചെയ്യണമെന്ന്. അങ്ങനൊരു ഘട്ടത്തിൽ എത്തുമ്പോഴല്ലേ. മനോജിന്റെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോ നീ വേദനിച്ചെന്റെ ആഴം എത്രയാണെന്ന് അപ്പോഴേ അയാൾക്ക് മനസ്സിലാവും. പക്ഷെ അപ്പൊ മനോജ് എന്നെ ശരിക്കും വെറുക്കില്ലേ? അങ്ങനെ മനോജിനെ എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ നഷ്ടപ്പെടുന്ന ആരാ പറഞ്ഞേ? നിന്നോട് ഇത്രയും കാലം ചെയ്ത തെറ്റെന്താണെന്ന് അയാൾ അപ്പം മനസ്സിലാക്കും. കുറെ കൂടെ സിൻസിയറായും ട്രാൻസ്പെറന്റായും അയാൾ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. ഉറപ്പാണോ? എന്താ സംശയമുണ്ടോ? ഇല്ല, നീ പറഞ്ഞാലില്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് കൺഫ്യൂഷനൊക്കെ മാറ്റിവെക്കാം. നീ എഴുതിയതും വായിച്ച് എവിടെയോ ഒരാൾ തന്റെ അജ്ഞാത കാമുകിയെ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് ഓർക്കുമ്പോ ഒരു രസം തോന്നില്ലേ? ആദ്യം രസം, പിന്നീട് ആ രസത്തെക്കുറിച്ച് ഓർത്ത് അതിലേറെ രസം, പിന്നീട് ആ രസം തന്നെ മതി എന്നൊരു തോന്നൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത്. ഏതിന്റെ? ഇപ്പൊ നിന്റെ ഉള്ളിലൊരു വിത്ത് വീണ് ആ നിമിഷം തന്നെ മുള പൊട്ടി പൂവിടുന്ന അനുഭവം ഉണ്ടാകുന്നില്ലേ? ആ ഗ്രോത്ത്, ദ ഗ്രോത്ത് ഓഫ് ലവ്.